GCC രാജ്യങ്ങളായ കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ആദ്യമായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അതിസങ്കീർണമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതായും ഇത് അയൽ രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുവൈറ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യമാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്നുണ്ടായത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കുവൈറ്റ് പ്രതിരോധ വക്താവ് അറിയിച്ചിരിക്കുന്നത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ T1 ടെർമിനൽ 1 നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി, കാര്യമായിട്ടുള്ള ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പരിക്കേറ്റവർക്ക് അടിയന്തരമായ വൈദ്യസഹായം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. വ്യോമാക്രമണം അതിശക്തമായി കുവൈറ്റ് ചെറുക്കുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ പ്രതിരോധ സംവിധാനം കൃത്യമായി ചെറുക്കുന്ന സംവിധാനങ്ങളും ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. അധികൃതർ അറിയിക്കുന്നതനുസരിച്ച് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 1-ാം ടെർമിനലിന്റെ കേടുപാടുകൾ സംഭവിച്ചു, ആളപായം ഉണ്ടായി എന്നുള്ള കാര്യം പറയുന്നു. ഇതേ തുടർന്ന് വിമാനത്താവളത്തിൽ അടിയന്തര പ്ലാൻ സജ്ജമാക്കിയതായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷനാണ് അറിയിച്ചിരിക്കുന്നത്. PACA വക്താവ് അബ്ദുള്ള അൽ രാജിഹിയാണ് ഇക്കാര്യം വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിമാനത്താവള സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമായി മുൻകൂട്ടി നിശ്ചയിച്ച അടിയന്തര പ്രോട്ടോകോളുകൾ അനുസരിച്ചാണ് അധികൃതർ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കുവൈറ്റ് വാർത്താ ഏജൻസി കുന പുറത്തുവിട്ട പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്, താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് അവർ അറിയിക്കുന്നത്. അടുത്ത അറിയിപ്പുണ്ടാകുന്നത് വരെ വിമാനങ്ങൾ അടുത്തുള്ള മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ ഇത് തൽക്കാലം നിർത്തിവെക്കുകയോ അങ്ങനെയുള്ള അടിയന്തര സംവിധാനങ്ങൾ സ്വീകരിക്കുമെന്നും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പിൽ പറയുന്നു. ഇപ്പം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിന് മുൻപായി നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അളക്കുന്ന സംവിധാനം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നുണ്ട്. കുവൈറ്റിൽ മാത്രമല്ല ബഹ്റൈന് നേരെയും ഒരു ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലെമ്പാടും സൈറണുകൾ മുഴങ്ങുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ബഹ്റൈനിലെ US സൈന്യത്തിന്റെ 5-ാം കപ്പൽപ്പടയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. പക്ഷെ അത് വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ബഹ്റൈനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അടിയന്തര സൈറണുകൾ മുഴങ്ങി ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ബഹ്റൈൻ തങ്ങളുടെ വ്യോമാതിർത്തി അടയ്ക്കുകയും സിവിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഗൾഫിലുടനീളം ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് അമേരിക്കൻ സേന ഇപ്പോൾ അവകാശപ്പെടുന്നത്. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണങ്ങൾ നടത്തി, എന്നാൽ ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ US സൈന്യത്തിനും കഴിഞ്ഞു എന്നും ഇറാന്റെ ഖിഷം ദ്വീപിൽ സ്വയരക്ഷാർത്ഥം പ്രത്യാക്രമണം നടത്തിയതായും US സൈന്യത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട നിരവധി മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. കുവൈറ്റിലെ US സേനയെ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ കൂടുതൽ ഡ്രോണുകളെ വെടിവെച്ചിടുന്ന നീക്കങ്ങൾ ഉണ്ടായെന്നും US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈനിലെ US സേനയുടെ കേന്ദ്രം ആക്രമിച്ചുവെന്നും മറ്റൊരു വ്യോമത്താവളം ആക്രമിച്ചു എന്ന തരത്തിലുള്ള ഇറാൻ നടത്തിയ അവകാശവാദങ്ങളെ അമേരിക്കൻ സേന പൂർണ്ണമായി തള്ളിക്കളയുന്ന സാഹചര്യങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനിടെ ഒമാൻ മാരിടൈം സുരക്ഷാ വിഭാഗം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ ചില അപായകരമായിട്ടുള്ള വസ്തുക്കൾ ഒഴുകി നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പക്ഷേ മൈനുകളാവാം. അതുകൊണ്ട് തന്നെ കപ്പൽ യാത്ര നടത്തുന്ന ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നാണ് ഒമാൻ മാരിടൈം വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എത്രയും പെട്ടെന്ന് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വീണ്ടും ഇറാനോട് അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. അപ്പോൾ മൈനുകൾ നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള സഹായങ്ങൾ തങ്ങൾ നൽകാം എന്നും മാർക്കോ റൂബിയോ പറയുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തേക്ക് വന്നിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. മുസ്തഫ ഖമനേയി സജീവമായിട്ട് ഇറാന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇറാന് നൽകുന്നുണ്ട് എന്നാണ് മാർക്കോ റൂബിയോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 28 തുടങ്ങിയ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട്
ഏപ്രിൽ 8-ന് ഒരു വെടിനിർത്തൽ പോലെയുള്ള ഒരു സംവിധാനം പ്രാബല്യത്തിൽ വന്നെങ്കിലും വീണ്ടും ഒരു വശത്തുകൂടി സംഘർഷം രൂക്ഷമാകുന്നതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ആശങ്കയാണ് മലയാളികളടക്കമുള്ള മേഖലയിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ പോലും കടന്നു കയറി ആക്രമണം നടത്തുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് GCC രാജ്യങ്ങൾ ഒന്നിച്ചു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് 2026 ജൂൺ 3-ാം തീയതി കുവൈറ്റിനും ബഹ്റൈനും ഒക്കെ നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം.